ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കരയാത്തവരായി നമ്മളിൽ ആരെങ്കിലും ഉണ്ടാകുമോ? ഇല്ല എന്നതാണ് സത്യം. ചിലപ്പോൾ സങ്കടം വരുമ്പോൾ, ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ, മറ്റു ചിലപ്പോൾ കടുത്ത നിരാശ തോന്നുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണുകൾ നിറയാറുണ്ട്. എന്നാൽ മറ്റുള്ളവരുടെ മുൻപിൽ വെച്ച് കരയുന്നതിനേക്കാൾ നമ്മൾ ഭൂരിഭാഗം പേരും ഇഷ്ടപ്പെടുന്നത് ആരും കാണാതെ മുറി അടച്ചിട്ട്, അല്ലെങ്കിൽ രാത്രിയുടെ ഇരുട്ടിൽ തലയണയിൽ മുഖമമർത്തി കരയാനാണ്. കാരണം നമ്മുടെ കണ്ണുനീരിനെ ഈ ലോകം പലപ്പോഴും ബലഹീനതയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ പ്രിയപ്പെട്ടവരുടെ വേർപാടായിരിക്കാം നമ്മെ കരയിക്കുന്നത്. മറ്റു ചിലപ്പോൾ കഠിനമായി പരിശ്രമിച്ചിട്ടും പരാജയപ്പെട്ടു പോയതിന്റെ നിരാശയായിരിക്കും. സാമ്പത്തിക ബാധ്യതകൾ, തകർന്ന സൗഹൃദങ്ങൾ, സ്നേഹിച്ചവരിൽ നിന്നുള്ള വഞ്ചന, വിട്ടുമാറാത്ത രോഗങ്ങൾ, അങ്ങനെ കാരണങ്ങൾ എന്തുമാകാം. കരഞ്ഞു കരഞ്ഞ് കണ്ണീരുണങ്ങി ഒടുവിൽ എന്നെ സഹായിക്കാൻ ആരുമില്ലേ, എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ ആരുമില്ലേ എന്ന് ചോദിച്ച് തളർന്നിരിക്കുന്ന ഒരുപാട് മനുഷ്യർ നമുക്കിടയിലുണ്ട്. പുറമേ അവർ ചിരിക്കുമ്പോഴും ഉള്ളിൽ കണ്ണുനീരിന്റെ കടൽ ഒളിപ്പിച്ച് നടക്കുന്നവർ. നിങ്ങളും ഇന്ന് അങ്ങനെ ഒരു അവസ്ഥയിലാണോ കടന്നു പോകുന്നത്? അങ്ങനെയെങ്കിൽ അടുത്ത ഏതാനും മിനിറ്റുകൾ നിങ്ങൾക്കുള്ളതാണ്. ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ നിങ്ങളോട് സംസാരിക്കുന്ന നിമിഷങ്ങളാണ്. മനുഷ്യർ പലപ്പോഴും നമ്മുടെ കണ്ണുനീരിനെ അവഗണിക്കാറുണ്ട്. നീ എപ്പോഴും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ എന്ന് ചോദിച്ച് നമ്മെ കുറ്റപ്പെടുത്തിയേക്കാം. അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളെ അവർ നിസാരമായി തള്ളിക്കളഞ്ഞേക്കാം. എന്നാൽ ഓർക്കുക, മനുഷ്യർ കാണാത്ത, അല്ലെങ്കിൽ കാണാൻ ആഗ്രഹിക്കാത്ത നിങ്ങളുടെ രഹസ്യ കണ്ണുനീരിനെ കാണുന്ന ഒരു ദൈവമുണ്ട്. വിശുദ്ധ ബൈബിളിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ കണക്കിലെടുത്തിട്ടുണ്ട്. എൻ്റെ കണ്ണുനീർ അങ്ങയുടെ തുരുത്തിയിൽ സൂക്ഷിച്ചു വെക്കണമേ. അവ അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലയോ? എത്ര മനോഹരമായ വരികളാണത്. നിങ്ങൾ ആരും കാണാതെ ഒഴുക്കുന്ന ഓരോ തുള്ളി കണ്ണുനീരും ദൈവം വെറുതെ കളയുന്നില്ല. അവനത് ഒരു തുരുത്തിയിൽ എന്ന പോലെ വിലയേറിയതായി സൂക്ഷിച്ചു വെക്കുന്നു. അതിന്റെ അർത്ഥം നിങ്ങളുടെ സങ്കടത്തിന്റെ ആഴം പൂർണ്ണമായി അറിയുന്ന ഒരേ ഒരു ശക്തി ആ ദൈവമാണ് എന്നാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വേദന, നിങ്ങളുടെ ഹൃദയത്തിന്റെ ഭാരം, മറ്റാരോടും പറയാൻ കഴിയാത്ത മാനസിക സമ്മർദ്ദങ്ങൾ, ഇവയെല്ലാം ദൈവം നന്നായി കാണുന്നു. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് നിങ്ങൾ കരുതുമ്പോൾ അവൻ നിങ്ങളുടെ തൊട്ടരികിലുണ്ട്. ഇനി നമുക്ക് ദൈവത്തിന്റെ ഏറ്റവും വലിയ ആ വാഗ്ദത്തത്തിലേക്ക് കടന്നു വരാം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനിമേൽ മരണമുണ്ടാകുകയില്ല. ഇനിമേൽ ദുഃഖമോ വിലാപമോ വേദനയോ ഉണ്ടാകുകയില്ല. പഴയവ കഴിഞ്ഞുപോയി. ഈ വാഗ്ദത്തം വെറുമൊരു വാക്കല്ല, അത് പ്രപഞ്ചനാഥന്റെ ഉറപ്പാണ്. ഒരമ്മ തന്റെ കുഞ്ഞു കരയുമ്പോൾ ഓടിയെത്തി ആ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തുരുതുരെ ഉമ്മകൾ നൽകി അതിന്റെ കണ്ണുനീർ തുടച്ചു മാറ്റാറില്ലേ? ആ അമ്മയ്ക്ക് നൽകാൻ കഴിയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് വലിയ ആശ്വാസമാണ് ദൈവം നമുക്ക് നൽകുന്നത്. ദൈവം കണ്ണുനീർ തുടയ്ക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവൻ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റുമെന്നാണ്. ഇന്ന് നിങ്ങളെ കരയിപ്പിക്കുന്ന ആ കഠിനമായ അവസ്ഥയ്ക്ക് ദൈവം ഒരു മാറ്റം വരുത്തും. നിങ്ങളുടെ രോഗങ്ങളിൽ ദൈവം സൗഖ്യം തരും. നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകളിൽ ദൈവം നിങ്ങൾക്കായി വഴി തുറക്കും. തകർന്ന ബന്ധങ്ങളെ ദൈവം കൂട്ടിച്ചേർക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ രാത്രി എത്ര നീണ്ടതാണെങ്കിലും നാളെ പ്രത്യാശയുടെ ഒരു പുതിയ പുലരി ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വിരിയിക്കാൻ പോവുകയാണ്. ചരിത്രത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിൽ വിശ്വസിച്ച് കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോയ പ്രമുഖരായ അനേക വ്യക്തികളുടെ ജീവിതമെല്ലാം കണ്ണുനീരിൽ നിന്നാണ് ആരംഭിച്ചതെന്ന് നമുക്ക് കാണാൻ കഴിയും. ബൈബിളിലെ ഇയ്യോബിന്റെ ജീവിതം നോക്കൂ. ഒരൊറ്റ ദിവസം കൊണ്ട് മക്കളും സമ്പത്തും ആരോഗ്യവും എല്ലാം നഷ്ടപ്പെട്ട് ചാരത്തിലിരുന്ന് കണ്ണുനീരൊഴുക്കിയ മനുഷ്യനായിരുന്നു ഇയ്യോബ്. കൂട്ടുകാരും ഭാര്യയും പോലും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. എന്നാൽ ഇയ്യോബ് ദൈവത്തിലുള്ള വിശ്വാസം കൈവിട്ടില്ല. ഒടുവിൽ ദൈവം ഇയ്യോബിന്റെ കണ്ണുനീർ തുടച്ചു. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയായിട്ടാണ് ദൈവം അദ്ദേഹത്തിന് മടക്കി നൽകിയത്. നമ്മുടെയൊക്കെ ജീവിതത്തിലും വലിയ വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എനിക്ക് മാത്രം ഈ സങ്കടമെന്ന്? എന്നാൽ ഓർക്കുക, ഒരു ശില്പി കല്ലിൽ ചുറ്റിക കൊണ്ടടിക്കുന്നത് ആ കല്ലിനെ വേദനിപ്പിക്കാനല്ല, അതിൽ നിന്നും മനോഹരമായ ഒരു ശില്പം രൂപപ്പെടുത്താൻ വേണ്ടിയാണ്. അതുപോലെ ജീവിതത്തിലെ പ്രതിസന്ധികളും കണ്ണുനീരും നമ്മെ തകർക്കാനല്ല, മറിച്ച്
നമ്മെ കൂടുതൽ ശക്തരാക്കാനും ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷികളാക്കാനുമാണ്. ഇന്ന് നിങ്ങൾ ഒഴുക്കുന്ന കണ്ണുനീരാണ് നാളെ നിങ്ങളുടെ വിജയത്തിന്റെ വിത്തുകളായി മാറാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിരാശപ്പെടരുത്, തളർന്നു പോകരുത്. എൻ്റെ ജീവിതം ഇത്രയേ ഉള്ളൂ എന്ന് കരുതി പിന്മാറരുത്. നിങ്ങൾ എത്രത്തോളം തകർന്നിരിക്കുന്നുവോ അത്രത്തോളം ശക്തമായി നിങ്ങളെ ഉയർത്താൻ ദൈവത്തിന് സാധിക്കും. കരച്ചിൽ വരുമ്പോൾ അടക്കി പിടിക്കരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ മനസ്സ് തുറന്ന് കരയുക. മനുഷ്യരുടെ മുൻപിൽ കരഞ്ഞാൽ അവർ നിങ്ങളെ പരിഹസിച്ചേക്കാം. എന്നാൽ ദൈവത്തിന് മുൻപിൽ കരഞ്ഞാൽ അവൻ നമുക്ക് ആശ്വാസം നൽകും. പ്രിയ സഹോദരങ്ങളെ, ഈ നിമിഷം മുതൽ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളും എല്ലാ ഭാരങ്ങളും ആ ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ഉള്ളിൽ ദൃഢമായി വിശ്വസിക്കുക, എൻ്റെ ഈ അവസ്ഥ ശാശ്വതമല്ല. എന്നെ കരയിപ്പിച്ചവരുടെ മുൻപിൽ തല ഉയർത്തി നിൽക്കാൻ എൻ്റെ ദൈവം എന്നെ സഹായിക്കും. അവൻ എൻ്റെ കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റും. ദുഃഖത്തിന്റെ കാർമേഘങ്ങൾ മാറി സമാധാനത്തിന്റെ സൂര്യൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കട്ടെ. ദൈവത്തിന്റെ വലിയ ആശ്വാസവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുന്നു. ഈ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ അല്പമെങ്കിലും ആശ്വാസം തന്നിട്ടുണ്ടെങ്കിൽ സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവർക്ക് കൂടെ ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഒരു ചെറിയ ഷെയറിങ് ചിലപ്പോൾ ഒരാൾക്ക് ജീവിക്കാനുള്ള വലിയ പ്രത്യാശ നൽകിയേക്കാം. ഇതുപോലെയുള്ള ചിന്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചനാഥൻ നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കും.